കൊണ്ട് തരും ഇപ്പൊ. നല്ലൊരു ദിവസമായിട്ട് രാവിലെ എന്നെ തുടങ്ങും ചോദിച്ചാ മോളെ അമ്മ പറയുന്നത് 10ാം ക്ലാസ് പോലെ അല്ല, പ്ലസ് 1 പ്ലസ് 2 നല്ലതാണെങ്കിൽ പഠിക്കാൻ സയൻസും കൂടെ എടുത്തേക്കുന്നത്. നല്ലതാണെങ്കിൽ പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അതിനെ പഠിപ്പിക്കാൻ. കേട്ടല്ലോ, 10ാം ക്ലാസ്സിൽ പോലെ നമ്മളിങ്ങനെ ഉഴപ്പൊന്നും നടക്കരുത്. മോൾ ചീത്ത കൂട്ടുകളിൽ ചുറ്റപ്പെടരുത്. പഠിത്തത്തിന് പറ്റിയ പ്രായമാണ് മോളുടെ, ടീനേജാണെന്നറിയാലോ. അപ്പം നല്ല കണക്ക് നല്ല കുട്ടിയായിട്ട് ടീച്ചേഴ്സിനൊക്കെ അനുസരിച്ച് ചെയ്യണം. സർക്കാർ ഇതിനോടും കൂടെ പറഞ്ഞത് ഇളയതാണെന്നും പറഞ്ഞുള്ള കുരുത്തക്കേടെല്ലാം ഈ വീട്ടിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഫോൺ 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 ഇനി വേറെ നീ ഫോൺ തന്നെ കഴിക്കാൻ പറ്റും. കേട്ടല്ലേ? ആ, രണ്ടുപേരും ഫുഡ് ടെസ്റ്റ് ഉണ്ട്. ബാഗ് എടുക്കുന്നുണ്ട്. ഞാൻ പോവാം. Good morning, miss. Good morning. നാരങ്ങ വന്നിട്ടുണ്ട്. ആരോൺ പ്രസന്റ്. ആര്യ പ്രസന്റ്. എയ്ഡൻ പ്രസന്റ്. ഫാത്തിമ പ്രസന്റ്. നാരങ്ങ ഫസ്റ്റ് പീരീഡ് മാത്സ്. മാത്സ് മിസ് ഇപ്പൊ വരും. എല്ലാവരും അവിടെ മിണ്ടാതിരിക്കണം. എക്സ്ക്യൂസ് മീ മിസ്. യെസ് കം. ഇത് നിങ്ങളുടെ പുതിയ ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആണ്. അയ്യേ, ഇതാണ് പുതിയ ട്രാൻസ്ഫർ സ്റ്റുഡന്റ്. വെള്ളത്തിലെടുക്കാൻ അതോട്ടെങ്കിൽ ഇവിടെ എത്താൻ പറ്റത്തില്ല. നീ അപ്പുറത്ത് പോയി. ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്താൻ പറ്റത്തില്ല. വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾ നമ്മള് തടിച്ച് കുറച്ച് എവിടെ ഇരിക്കും. അത് ആകെപ്പാട് ഇത്തിരി സ്ഥലം. ഈ തുണ്ടപ്പക്രൂനെ പിടിച്ച് എവിടെ അതാ ഉരുണ്ടുരുണ്ടാ വരുന്നത്. നീ അറിഞ്ഞ മറ്റേ ശാന്തത മോളുടെ കാര്യം അവിടെ വിളിച്ചുകൂടി പോയേ. പറയുന്നുണ്ട് ഇതൊക്കെ പോയി നാട് നശിക്കുന്നു. അവൻ കഞ്ചാവാണ് പോച്ചാണ്. സീരിയസ് ആണ് കാര്യം പറയുമ്പോഴാണ് എന്റെ കൊച്ചു നമ്മുടെ കഞ്ചാവ് കേസ് പറയുമ്പോഴത്തേക്ക് ഓക്കെ പിള്ളാരൊക്കെ പോക്കേ. പറമ്പിൽ പോയില്ലായിരുന്നു. നീ പോയില്ലേ? എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ആണോന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ എനിക്ക് ശരിയാണ്. എല്ലാവരും എന്താ എന്നെ മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിനി പഠിക്കാം. ഇതാ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കേ. അടുത്ത മാസം ഇവിടെ കലോത്സവം നടക്കുന്നുണ്ട്. അപ്പം ഗ്രൂപ്പ് ഡാൻസിന് ആരൊക്കെ ഉണ്ട്? നീ എന്തിനാ ഇരിക്കുന്നത്? നീ അവിടെ സ്റ്റേജ് പഠിക്കാൻ പോവാണോ? എന്ത് പാടിയത്? എന്താ ഇവിടെ ആരൊക്കെയാണെന്ന് വെച്ചാൽ പേരെടുത്തിട്ട് കൊണ്ടുപോയി ഗ്രൂപ്പിൽ 5 പേരുണ്ട്. ഓഡിഷൻ ചെയ്തിട്ട് എന്തായാലും ആരാണ് തന്നെ എടുക്കത്തോളൂ. എല്ലാവരും പേരെടുത്തിട്ട് കൊണ്ടുപോകാം.
നിങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കും? ഞാൻ അറിയത്തില്ല. നമ്മൾ കളിക്കുമ്പോൾ എത്ര കണ്ടിട്ട് നമ്മൾ മനസ്സ് വന്നോട്ടെ റെക്കഗ്നേഷൻ ക്യാമ്പ് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പേരൻസിനെ ഒക്കെ കൊണ്ടുവരിക. നമുക്കൊരു ബ്ലഡ് കൊടുക്കാന്ന് വെച്ചാൽ ഒരാൾക്ക് നമ്മൾ ജീവിതം കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പം പേരൻസിനെ അടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളെ ഒക്കെ കൊണ്ടുവരിക. എന്ത് പറ്റിയടാ വിഷമിച്ചിരിക്കുന്നത്? എന്താ ഇവിടെ കിടന്ന് നാടകം കാണിക്കുന്നത്? ഇവിടെ അങ്ങനെ പറയാതെ. ഉണ്ടപ്പക്രവിന്റെ കരച്ചിലൊക്കെ വീട്ടിൽ കാണിച്ചാൽ നിന്റെ മുതലക്കണ്ണിനൊന്നും ഇവിടെ ചിലർത്തില്ല. എന്താ അങ്ങനെ പറയല്ലേ? നമുക്ക് എന്തെങ്കിലും നല്ല ഉണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ കുറ്റവും അല്ല. എല്ലാരും ഒരുപോലെ കാണാൻ ശ്രമിക്കണം. ചിലപ്പോ അവളുടെ സ്ഥാനത്ത് നമ്മളാരെങ്കിലും ആയിരുന്നെങ്കിലോ. ശേ, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ശരി, അവിടെ സോറി പറയാം. നാളെ ശരി, പറയണ്ടായിരുന്നു. അനു അനു സോറി. എടാ, നീ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ വന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഞാൻ വലിയ തെറ്റ് ചെയ്തതുപോലെ ഇങ്ങനെയൊക്കെ ഫീൽ ആവുന്നു. നീ അതൊന്നും മനസ്സിൽ വിചാരിക്കല്ലേ? അത് അപ്പോഴത്തെ ദേഷ്യത്തിലാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പം നീ ഞങ്ങളുടെ ഫ്രണ്ടാ.